മനോഹരമായ ഒരു നഗരമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടങ്ങളിലൊക്കെ തന്നെ വളരെയധികം പുരോഗമനമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ യാത്ര ഇങ്ങനെ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വില്ലേജിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ടൗണിൻ്റെ ഉൾഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. വില്ലേജുകൾ എന്ന് പറയത്തക്ക വില്ലേജുകളൊന്നും നമ്മൾ കാണുന്നില്ല. ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങൾ കാണാം. അതിനപ്പുറത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കുറച്ച് വീടുകൾ കാണാം. പിന്നീട് വീണ്ടും ഒഴിഞ്ഞു കിടക്കുന്നത് കാണാം. അവിടെ നിന്ന് അപ്പുറത്തേക്ക് അതുപോലെയുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിറ്റൂർ അഥവാ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം. ചിറ്റൂർ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റാണ്. ധാന്യങ്ങളും മാങ്ങയും കരിമ്പും പഞ്ചസാരയുമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കൃഷികൾ. തക്കാളിയും കൊടും. ഒരു വാണിജ്യ നഗരമായിട്ടാണ് ചിറ്റൂരിനെ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ തമിഴ്, തെലുങ്ക്, ഉറുദു, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. തമിഴ് അറിയുന്ന ആളുകൾക്കൊക്കെ തന്നെ മലയാളം സംസാരിക്കുന്നത് ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. വളരെ നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള യുവതലമുറയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ടൗണിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ടൗണിലെയും അതുപോലെ ഇവിടുത്തെ ആളുകളുടെയും ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഉത്സവ ആരവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉത്സവം കെട്ടിറങ്ങിയ ആ ഒരു സമയത്ത് ആ ഒരു പ്രതിനിധി. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് 10 മണിക്ക് എല്ലാ സ്ഥാപനങ്ങളും ക്ലോസിങ് ചെയ്യണമെന്നുള്ളത്. ചിലപ്പോൾ NH-ലൊക്കെ തന്നെ ഫുഡ് വിൽക്കുന്ന കടകളൊക്കെ തന്നെ തുറന്നിരിക്കാം. എന്നാലും പോലീസുകാർ ഹോൺ അടിച്ച് വരുന്ന സമയത്ത് അടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കാറ്. ഇന്നലെ ഇവിടെ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് ടൗണിലെ ആളുകളൊക്കെ തന്നെ ഒഴിവായി പോയത് കാണാൻ സാധിച്ചത്. നല്ല വൃത്തിയുള്ളൊരു സാഹചര്യമാണ് ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത്. ഇവിടെ ഇങ്ങനെ വത്തക്ക വിൽക്കുന്ന ഒരു കട കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്ലേറ്റ് വത്തക്കക്ക് നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപയാണ്. നമ്മുടെ അവിടങ്ങളിൽ ഇതുപോലത്തെ കടകളിൽ വത്തക്ക വെള്ളമാണല്ലോ നമുക്ക് ലഭിക്കാറ്. മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലൊരു വെള്ളക്കെട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് പാർക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു നിർമ്മാണ രീതിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 2 സ്തൂപങ്ങൾ ഇങ്ങനെ തുണിയിട്ട് മൂടി കെട്ടിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുന്നിലേക്ക് പോകുന്തോറും ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു പാർക്കാണ്. പാർക്കിനോട് ചാരിയിട്ട് ഇതുപോലൊരു വെള്ളക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാർക്കിലായിട്ട് ഒരുപാട് ആളുകളൊക്കെ വന്നിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില പാർക്കുകളിൽ ശൂന്യമായിട്ടാണ് കാണാറ്. ചിലപ്പോൾ ഇത് ടൗണിലെ പാർക്കായതുകൊണ്ടായിരിക്കും. വെള്ളക്കെട്ടിലേക്ക് നോക്കുമ്പോൾ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഒരു സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഉള്ളിലായിട്ട് ഇതുപോലത്തെ 2 സ്തൂപങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള ഒരുപാട് ഏരിയകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ജോലിക്കാരൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടങ്ങളിൽ ടൂറിസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 മാസം മുന്നേ ഞാൻ ഇതിലൂടെ പാസ് ചെയ്തപ്പോഴും ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരുന്നു. അവിടെ ഇങ്ങനെ ആയിട്ട് എക്സസൈസിങ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കട കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ വന്നു പോകുന്ന ഒരു ഏരിയ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ടൗണിലെ ഒരു പാർക്കായതുകൊണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ടച്ചിങ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ ആളുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പാർക്കിലേക്ക് കിടക്കുന്ന എൻട്രൻസിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഉന്തുവണ്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മെഷീനാണ് ഹൈലൈറ്റ് ആക്കുന്നത്. ചെറിയൊരു കട്ടിംഗ് മെഷീനാണ് കാണുന്നത്. ഇത്ര സിമ്പിളായിട്ട് കട്ടിംഗ് മെഷീൻ നിർമ്മിക്കാൻ പറ്റുമോ എന്നാണ് ഞാനിങ്ങനെ വിലയിരുത്തിയത്. അവിടെ ഇങ്ങനെ ആയിട്ട് വെള്ളത്തിൻ്റെ വണ്ടിയിൽ വെള്ളം കയറ്റുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 5 രൂപയാണ് ഒരു ക്യാൻ വെള്ളത്തിന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊള്ളാം. തൊട്ടടുത്തായിട്ട് റോസ് മിൽക്ക് എന്ന് പറയുന്നൊരു സ്ഥാപനം കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ക്ലാസ്സിലാണ് റോസ് മിൽക്ക് നൽകുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതും 40 രൂപയാണ് എന്നുള്ളതാണ്. പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കട വരുന്നത്. പുറമെ നിന്നും പാർക്കിനെ നോക്കി കാണുമ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നും ബദാം മിൽക്കാണ് പറഞ്ഞത്. തൊട്ടടുത്തായിട്ട് ഇതുപോലത്തെ ഒരു പെറ്റ് ഷോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പക്ഷികളെയും മുയലിനെയും പൂച്ചയെയും ഒക്കെ കാണാൻ സാധിക്കും. മീനിൻ്റെ ഫോട്ടോകളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഉള്ളിലായിരിക്കാം എന്നാണ് മനസ്സിലാക്കിയത്. പെട്ടെന്നാണ് ഈ കാഴ്ച കാണുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള വീഡിയോ എടുക്കലുമായി. നല്ല ചൂടുള്ളത് കൊണ്ടാവാം എല്ലാവരും കൂടി ആ ഒരു സംഭവത്തെ പെട്ടെന്ന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ധൃതി പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വല്ലാത്തൊരു ധൃതിയായി പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലേ, ഓരോ ബുദ്ധിമുട്ടുകൾ ആ ബോർഡ് വെക്കുന്നത് കാരണം എന്തുമാത്രം ഡ്രൈവർക്ക് ബുദ്ധിമുട്ട് വരും എന്നുള്ളതാണ് ഞാനിങ്ങനെ ചിന്തിച്ചത്. മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ ഒരുപാട് ശില്പങ്ങൾ വിൽക്കുന്ന ഒരു ടീമിനെ കാണാൻ സാധിക്കുകയാണ്. അതിൻ്റെ ആ കൊത്തുപണികളൊക്കെ തന്നെ വളരെയധികം രസകരമായിട്ടുണ്ട്. മനോഹരമാണ് ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ.
അടുത്തായിട്ട് ആരെയും കാണാൻ സാധിക്കുന്നില്ല. എന്തായിരിക്കും വില എന്നുള്ളത് ചോദിക്കാമായിരുന്നു. പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ 2 പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് ആൾ പോയിട്ടുള്ളത്. അവരവിടെ മൊബൈലിൽ കളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കിത് വിൽക്കണമെന്നുള്ള ഒരു ചിന്തയും മനോഭാവവും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഏത് ഏരിയയിൽ ചെന്നാലും പൂക്കൾ വിൽക്കുന്ന കടകളും സ്ഥാപനങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെയായിട്ട് കുമ്പളങ്ങയിൽ എന്തോ ചെയ്തു വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. റോട്ടിലേക്ക് പിന്നീട് അത് എറിഞ്ഞ് പൊട്ടിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം വരുന്നുണ്ട്, മനോഹരമായൊരു ക്ഷേത്രം. അവിടെ ഒരു ആൽമര ചുവട്ടിലായിട്ടാണ് ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ കിടക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വാഹനം കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡ് നിറത്തിലാണ് അതിൻ്റെ ആ ഒരു നിർമ്മാണം. ഇവിടെ എന്തോ വല്ലാത്തൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ജാർ സോഡ, മുഹബത്ത് സർവത്ത് എന്നെല്ലാം കാണുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സോഡ വിഭവങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പ്.